ഒരു വേസ്റ്റ് കോട്ട് മതി നമുക്ക് പലതരത്തിൽ സ്റ്റൈൽ ചെയ്യാം. ഹായ് എല്ലാവർക്കും അങ്കാവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു വേസ്റ്റ് കോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അതിനായി ഞാൻ ആദ്യം വേസ്റ്റ് കോട്ടിൻ്റെ പാറ്റേൺ ഒരു ഷീറ്റിൽ ഡ്രോ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം അത് കട്ട് ചെയ്ത ശേഷമാണ് നമ്മളത് തുണിയിൽ കട്ട് ചെയ്ത് വേസ്റ്റ് കോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയൊരു വൈറ്റ് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായ മെഷർമെൻറ്റ്സ് ആദ്യം തന്നെ എഴുതി വെക്കാം. വേസ്റ്റ് കോട്ട് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമായ ബോഡി മെഷർമെൻറ്റ്സ് ആണ് ഞാനിവിടെ എഴുതുന്നത്. ഇത് പേപ്പറിൻ്റെ റൈറ്റ് സൈഡിൽ എഴുതി വെക്കുകയാണ്. ആദ്യം മെഷർമെൻറ്റ്സ്. ഫസ്റ്റ് ഷോൾഡർ 14.5 ഇഞ്ചാണ് എൻ്റെത്. രണ്ടാമത്തത് ചെസ്റ്റ്, അത് 33 ഇഞ്ചസ് ആണ്. മൂന്നാമത് വേസ്റ്റ്, അത് 29 ഇഞ്ചസ് ആണ്. നാലാമത് ഹിപ്പ്, അത് എൻ്റെത് 36 ഇഞ്ചസ് ആണ്. പിന്നെ ലെങ്ത്ത്, അതായത് വേസ്റ്റ് കോട്ടിൻ്റെ ലെങ്ത്ത്, അത് 18 ഇഞ്ചസ് ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ആദ്യമായി വരക്കാൻ പോകുന്നത് നമ്മുടെ വേസ്റ്റ് കോട്ടിൻ്റെ ഫ്രണ്ടാണ്, അതായത് ഫ്രണ്ട് ഡ്രാഫ്റ്റിംഗ് ആണ് ഞാൻ ആദ്യമായി ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ ബോർഡർ ലൈന് വരക്കുകയാണ്. ആദ്യം 1 ഇഞ്ച്, അതായത് ഇതിൻ്റെ എൻഡിൽ നിന്ന് താഴത്തേക്ക് 1 ഇഞ്ച്, ഇതും അങ്ങനെ തന്നെ 1 ഇഞ്ച് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇത് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് 1.5 ഇഞ്ചസ് ആണ് എടുക്കുന്നത്. അപ്പം ഇതും നമ്മൾ വരച്ചെടുക്കുകയാണ്. എന്തിനാണ് ഈ സൈഡിൽ 1.5 ഇഞ്ച് എന്ന് വെച്ചാൽ നമുക്ക് ബട്ടൺസ് വെക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സ്ട്രാ 1/2 ഇഞ്ച്, അതായത് 1 ഇഞ്ച് ഇങ്ങോട്ട് ബട്ടൺ വെക്കാൻ വേണ്ടി എടുക്കേണ്ടി വരുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനിവിടെ 1.5 ഇഞ്ച് ഞാൻ എന്ത് ചെയ്യുന്നത്, എടുത്തത്. അപ്പം നമുക്ക് കിട്ടിയ ഈ ലൈനാണ് ഷോൾഡർ ലൈൻ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഷോൾഡർ ലൈനിൽ ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. അതായത് നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 14.5 ഇഞ്ചസ് ആണ് അല്ലേ. അപ്പം നമ്മുടെ ഷോൾഡറിൻ്റെ പകുതി എടുക്കണം. 14.5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പം 7.25 കിട്ടും. നമുക്കറിയാം വേസ്റ്റ് കോട്ട് സ്ലീവ്ലെസ് ആയിട്ടാണ് തയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 1 ഇഞ്ച് കൂടി കുറക്കണം. അപ്പോൾ 7.25 1 ഇഞ്ച് കുറച്ചാൽ എത്ര കിട്ടും, 6.25 കിട്ടും. എന്താണ് അതിൻ്റെ റീസൺ, സ്ലീവ്ലെസ് ആയതുകൊണ്ട്. അങ്ങനെ കിട്ടിയ നമ്മൾ 6.25 ഇഞ്ച് ഈ ഷോൾഡർ ലൈനിൻ്റെ ഈ കോർണറിൽ നിന്ന്, ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസും, ഈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനാദ്യം തന്നെ നമുക്ക് ചെസ്റ്റ് ലൈന് കിട്ടണം അല്ലേ. ചെസ്റ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആം ഹോള് കണ്ടുപിടിക്കണം. ആം ഹോള് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ആം ഹോള് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4. അപ്പം 33 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 8.25 കിട്ടും അല്ലേ. ആം ഹോള് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ആണ്. 33 ആണ് നമ്മുടെ ചെസ്റ്റ്, അതായത് നമുക്കറിയാം ചെസ്റ്റ് എന്ന് പറയുന്നത് 33 ആണ്. അപ്പോൾ 33 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പം 8.25 കിട്ടും. അത് നമ്മൾ എവിടുന്നാണ് മാർക്ക് ചെയ്യേണ്ടത്, താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, അതായത് ഷോൾഡർ ലൈനിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ 8.25 മാർക്ക് ചെയ്യാണ്. ഓക്കെ, അത് ഞാൻ കുറച്ച് കറക്റ്റായിട്ടുള്ള ലൈന് കിട്ടാൻ വേണ്ടി ഇവിടുന്നും കൂടി 8.25 മാർക്ക് ചെയ്തിട്ട്, ഓക്കെ, ഇത് ഈ 2 പോയിന്റ് വെച്ച് ഹൊറിസോണ്ടൽ ലൈന് വരക്കുകയാണ്. ഈ ലൈനിൻ്റെ പേരാണ് ചെസ്റ്റ് ലൈൻ. ഓക്കെ, അപ്പം നമുക്ക് ചെസ്റ്റ് ലൈൻ കിട്ടിയല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വേസ്റ്റ് ലൈന് വരക്കണം. വേസ്റ്റ് ലൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റ് അറിയാം. അതായത് നമ്മുടെ വേസ്റ്റ് എത്രയാണ്,
29 ഇഞ്ചസ് ആണ് അല്ലേ. നമ്മുടെ വേസ്റ്റിലേക്കുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് ഇതിപ്പം ഇങ്ങനെയാണ്, ഞാൻ ജസ്റ്റ് ഡ്രോ ചെയ്യുന്നതാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ അറൗണ്ട്, അതായത് ഫുള്ളായിട്ട് വേസ്റ്റ് അറൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് 29 ഇഞ്ചസ് ആണ്. അപ്പോൾ ഈ ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് വരുന്നതാണ് വേസ്റ്റ് ലെങ്ത്ത്. അത് എൻ്റെത് 14 ഇഞ്ചസ് ആണ്. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് വേസ്റ്റിലേക്കുള്ള ലെങ്ത്താണ് 14 ഇഞ്ചസ്. അത് ഞാൻ എന്ത് ചെയ്യണം, ഇവിടുന്ന് മാർക്ക് ചെയ്യണം. എവിടുന്ന് മാർക്ക് ചെയ്യണ്ടേ, ഈ ഷോൾഡർ ലൈനിൽ നിന്ന് താഴത്തേക്ക് 14 ഇഞ്ചസ് മാർക്ക് ചെയ്യണം. അതുപോലെ ഇവിടുന്നും താഴത്തേക്ക് 14 ഇഞ്ചസ് മാർക്ക് ചെയ്യണം. അപ്പം നമുക്കങ്ങനെ വേസ്റ്റ് ലൈനും കൂടി കിട്ടി. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചസ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഈ ലെങ്ത്ത് അങ്ങനെ തന്നെ മാർക്ക് ചെയ്താൽ പോരാ. നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ സീം അലവൻസ് 3/4 ഇഞ്ചും കൂടി 18.25 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ ലൈനിൽ നിന്ന് താഴത്തേക്ക് മാർക്ക് ചെയ്തത്. ഓക്കെ, അതേപോലെ ഇവിടുന്നും അതേ സെയിം ലെങ്ത്ത് 18.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണേ. ഇനി ഇത് രണ്ടും കൂടി നമ്മൾ കണക്ട് ചെയ്യാണ്. ഈ ലൈന് നമ്മൾ ലെങ്ത്ത് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹിപ്പ് ലൈൻ എന്നും കൂടി എഴുതാം. കാരണം ഹിപ്പ് മെഷർമെൻ്റാണ് ഇതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഷോൾഡർ ലൈന് കിട്ടി, ചെസ്റ്റ് ലൈന് കിട്ടി, വേസ്റ്റ് ലൈന് കിട്ടി, ലെങ്ത് ലൈന് കിട്ടി. ഈ ചെസ്റ്റ് ലൈനിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യണം. നമുക്കറിയാം ചെസ്റ്റ് എന്ന് പറയുന്നത് 33 ആണ്. ആ 33നോട് ഞാനൊരു 0.5 കൂടി ആഡ് ചെയ്തപ്പം 33.5 കിട്ടും. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 33നോട് 0.5 കൂട്ടിയപ്പം 33.5 കിട്ടി. അത് ഡിവൈഡഡ് ബൈ 4, അതായത് ചെസ്റ്റ് പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4. അപ്പം നമുക്ക് 8.375 കിട്ടി. ഈ 8.375 നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് കിട്ടിയ 8.375 ഇവിടുന്ന് ഇവിടം വരെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് എന്ന് പറയുന്നത് 29 ഇഞ്ചസ് ആണ്. 29 പ്ലസ് 0.5 ആഡ് ചെയ്യണം. അപ്പം നമുക്ക് അതായത് വേസ്റ്റ് പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4 ആണ്. അതിൽ ഞാൻ ഹിപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അത് എൻ്റെ തെറ്റാണ്, ഹിപ്പ് അല്ല. വേസ്റ്റ് പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പൊ നമുക്ക് ഇത്ര കിട്ടും, 29.5 ഡിവൈഡഡ് ബൈ 4, അതായത് 7.375 കിട്ടും. വേസ്റ്റ് ലൈനിൽ നമ്മൾ ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് 7.375 നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അല്ലേ. 7.375 ഇവിടെ മാർക്ക് ചെയ്തു. ഹിപ്പ് ഞാൻ എവിടെയാ, ലെങ്ത് ലൈനിലാണ് മാർക്ക് ചെയ്യേണ്ടത്. എൻ്റെ ഹിപ്പ് എന്ന് പറയുന്നത് 36 ഇഞ്ചസ് ആണ് അല്ലേ. അപ്പോൾ ഹിപ്പ് പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ 36 പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4 വരുമ്പം 9.125 ആണ്. ഈ 9.125 നമ്മൾ ഈ ലെങ്ത് ലൈനിൽ, അതായത് ഈ താഴെയുള്ള ലൈന് കണ്ടോ, ലെങ്ത് ലൈന്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം 9.125. നമ്മൾ വേസ്റ്റ് കോട്ടിന് മെഷർമെൻ്റ് എടുക്കുന്ന സമയത്ത് കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാൻ. നമ്മൾ സാധാരണ ബ്ലൗസിന് മെഷർമെൻ്റ് എടുക്കുന്നത് പോലെ വളരെ ബോഡിയോട് ടൈറ്റായിട്ട് ചേർന്നിട്ടല്ല ഈ പറയുന്ന ചെസ്റ്റും ഹിപ്പും വേസ്റ്റും ഒക്കെ എടുക്കുന്നത്. കുറച്ച് ലൂസായിട്ട് വേണം മെഷർമെൻ്റ് എടുക്കാൻ. ഈ 3 പോയിൻറ്റുകളും തമ്മിൽ 8.375, 7.375, അതുപോലെ തന്നെ 9.125, ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്യുന്നതാണ്. കണ്ടോ, നമ്മുടെ ബോഡീസിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടി. ഓക്കെ, ഇനി നമ്മൾ മുകൾ ഭാഗം, അതായത് നമ്മുടെ ആം ഹോളും കാര്യങ്ങളും ഒക്കെ
നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം നമ്മളിവിടെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, എത്രയാണ് 6.25 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഷോൾഡറിൽ തന്നെ നമ്മുടെ നെക്ക് വിടുത്തും കൂടി ഞാൻ മാർക്ക് ചെയ്യാണ്. എൻ്റെ നെക്ക് വിടുത്ത് എന്ന് പറയുന്നത്, നെക്ക് വിടുത്ത് എടുക്കുന്നത് 3 ഇഞ്ചസ് ആണ്. അത് ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ ലൈനിന് ഞാൻ 3 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്കിവിടെ ഈ ഷോൾഡർ ലൈനിന് താഴത്തേക്ക് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കുവാണ്. ഈ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോൾഡർ സ്ലോപ്പ് വരക്കണം. ഈ ഷോൾഡർ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ഡിവൈഡഡ് ബൈ 10 ആണ്. ഷോൾഡർ ഡിവൈഡഡ് ബൈ 10 ആണ്. ഓക്കെ, ഷോൾഡർ സ്ലോപ്പ്. അപ്പോൾ 14.5 ആണല്ലോ ഷോൾഡർ. അപ്പോൾ 14.5 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ എത്രയാണ്? 14.5 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 1.45 ആണ്. ഈ 1.45 നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം? ഈ പെർപെൻഡിക്കുലർ ലൈന് കണ്ട, ഈ വെർട്ടിക്കൽ ലൈന് അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ 1.45 ഇവിടെ മാർക്ക് ചെയ്യുമെന്ന്. ഓക്കെ, ഇനി ഈ ഷോൾഡർ സ്ലോപ്പ്, അതായത് ഈ നെക്ക് വിഡ്ത്തിൻ്റെ 3 ഇഞ്ചസും ഈ പോയിന്റും കൂടി നമ്മൾ കണക്ട് ചെയ്യുന്നേ. ഓക്കെ, ഇനി ഇതിൻ്റെ പകുതി എടുക്കുക വേണ്ടത്, അതായത് 6.8 ഉണ്ടാവും നമുക്ക്. ഈ 6.8ൻ്റെ ഇതിൻ്റെ ഈ ലെങ്ത്തിൻ്റെ പകുതി നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റ് നമുക്ക് കിട്ടുമല്ലോ. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്യാം. ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു ലൈന് വരക്കുക, ഡോട്ടഡ് ലൈന് വരക്കാം. അതായത് ഈ പോയിന്റും തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി എടുക്കുക. ഇതൊരു ബിഗിനറിന് ഈ ആം കർവില്ലേ, ആ വളവ്, അതായത് അത് ഈസി ആയിട്ട് ഡ്രോ ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്. അപ്പം ഈ പോയിന്റ് നമുക്ക് കിട്ടുമല്ലോ. ഇനി ഇതും കൂടി കണക്ട് ചെയ്യുക. ഈ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലോ, ഈ പോയിന്റും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതി എടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് 3 പോയിന്റ് നമുക്ക് കിട്ടി. ഇത് 1, ഇത് നമുക്ക് 2 എന്ന് എഴുതാം, ഇത് നമുക്ക് 3 എന്ന് എഴുതാം. 3ഉം കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് ആ കർവ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, ഫസ്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പകുതി എടുത്തു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുമെന്ന്. ഓക്കെ, ആ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ പോയിന്റ് കിട്ടിയല്ലോ 1/2 ഇഞ്ച്, അതും ഈ പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മിഡിലെടുത്തു. എന്നിട്ടോ ഇതിൻ്റെ മിഡിലെടുത്തിട്ടോ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഈ പോയിന്റും തമ്മിൽ നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്തു, പകുതി എടുത്ത് ഇത് മാർക്ക് ചെയ്തു. അങ്ങനെ നമുക്ക് ഈ പോയിന്റും അതുപോലെ തന്നെ ഈ പോയിന്റ് കണ്ടോ, അത് 2ാമത്തെ പോയിന്റ്, ഇത് 1ാമത്തെ പോയിന്റ്, അതുപോലെ തന്നെ ഇത് 3ാമത്തെ പോയിന്റ്.
അല്ലേ? ഇതും കൂടി ഈ 3 പോയിൻറ്റും തമ്മിൽ യോജിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്തു, ആം ഹോളിൻ്റെ കർവ് കിട്ടി. അങ്ങനെ ആം ഹോൾ വരച്ചു കഴിഞ്ഞു. ഇനി ബട്ടൺസ് വെക്കാൻ വേണ്ടി 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ലൈനിലാണ് നമ്മൾ ഇത്രയും ഒരു 1 ഇഞ്ചാണ് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചിൽ ഇങ്ങോട്ടേക്ക് നമ്മളൊരു ലൈന് വരച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ലൈനിലേക്ക്, അതായത് വിടുത്തുനിന്ന് ഈ ലൈനിലേക്ക് നെക്ക് ലെങ്ത്ത്, അതായത് നെക്കിൻ്റെ ഇറക്കം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഇങ്ങനെ ഡയഗണലായിട്ടാണ് എടുക്കുന്നത്. അത് ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചസ് ആണേ. ഞാനിങ്ങനെ വെർട്ടിക്കലല്ല വെക്കുന്നത്, ഇങ്ങനെ ഡയഗണലായി വെച്ച് 10 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. നെക്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഷാർപ്പ് വി അല്ല, കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ളതാണ്. അത് ഞാനിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ? ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കണ്ടോ? ഇതിങ്ങനെ വരും. നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ നമ്മളൊരു പ്രിൻസസ് ഡാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ പ്രിൻസസ് ഡാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബസ്റ്റ് പോയിൻ്റ് അറിയണം. ബസ്റ്റ് പോയിൻ്റ് എൻ്റെത് 10 ഇഞ്ചസ് ആണ്. ബസ്റ്റ് പോയിൻ്റ് എങ്ങനെയാണ് എടുക്കുക? ഷോൾഡർ ടു നിപ്പിൾ പോയിൻ്റ് ആണ്. നിങ്ങളുടെ ഷോൾഡറിൽ നിന്ന് നിങ്ങളുടെ നിപ്പിളിലേക്ക് വരെയുള്ള ലെങ്ത് ആണ് ബസ്റ്റ് പോയിൻ്റ്. അതെനിക്ക് 10 ഇഞ്ചസ് ആണ് കിട്ടിയത്. ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് ഞാൻ നിപ്പിൾ പോയിൻ്റ് വരക്കുകയാണ്. അപ്പം ഈ ലൈൻ എന്ന് പറയുന്നത് ബസ്റ്റ് ലൈനാണ്. ഇനി നമ്മൾ ബസ്റ്റ് സ്പാന് കണ്ടുപിടിക്കണം. നമ്മുടെ ബസ്റ്റ് സ്പാന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ആണ്. ചെസ്റ്റ് നമുക്കറിയാം എത്രയാണ്? 33 ആണല്ലേ. അപ്പോൾ 33 ഡിവൈഡഡ് ബൈ 10 3.3 വരും. ഈ 3.3നോട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.5 കൂടി ആഡ് ചെയ്യണം. അതായത് ചെസ്റ്റ് ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 3.3 കിട്ടി. ആ 3.3നോട് ഒരു 0.5 കൂടി ആഡ് ചെയ്താൽ 3.8 കിട്ടും. ഈ 3.8 നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? അതായത് ഈ ലൈനിൽ നിന്ന് നമ്മൾ 3.8 മാർക്ക് ചെയ്യണം. 3.8 നമ്മുടെ ബസ്റ്റ് ലൈനിലും മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് ലൈനിലും 3.8 മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ലെങ്ത് ലൈനിൽ അല്ലെങ്കിൽ ഹിപ്പ് ലൈനിലും 3.8 മാർക്ക് ചെയ്തു. എന്നിട്ടത് കണക്ട് ചെയ്യാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുക. അതായത് ഇവിടെ ലൈന് വെച്ചിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതായത് ഈ ബസ്റ്റ് ലൈനിൽ മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ, അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യണം. പിന്നെയോ ഈ ലെങ്ത് ലൈനിൽ മാർക്ക് ചെയ്തിട്ടില്ലേ, അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ 1/2 ഇഞ്ചും ഇതും കൂടിയിട്ട് കണക്ട് ചെയ്യണം. പിന്നെ ഇതും കൂടിയിട്ട് കണക്ട് ചെയ്യണം. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ പോയിൻ്റിൽ നിന്ന് താഴത്തേക്കൊരു 5 ഇഞ്ചിലേക്ക് ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്തു. ഇവിടുന്ന് താഴത്തേക്ക് 5 ഇഞ്ചിലേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതും കൂടി ഞാൻ കണക്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഇതും കൂടി ഞാൻ കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് താഴത്തേക്ക് എടുക്കുക. എന്നിട്ട് അതും നമ്മളിങ്ങനെ വരച്ചില്ലേ, അതുപോലെ തന്നെ ഇതിലേക്കും എന്ത് ചെയ്യാം? കണക്ട് ചെയ്യാം. പ്രിൻസസ് ഡാർട്ട് നമുക്ക് കട്ട് ചെയ്താൽ കിട്ടും. ഇനി നമുക്കറിയാം വേസ്റ്റ് കോട്ടിൻ്റെ, അതായത് ഇതിവിടെ ഞാൻ പേരെഴുതട്ടെ, ഇത് വേസ്റ്റ് കോട്ട് ഫ്രണ്ട് ഡ്രാഫ്റ്റിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ വേസ്റ്റ് കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വേസ്റ്റ് കോട്ടിൻ്റെ, അതായത് താഴെ ഇങ്ങനെ ഒരു കോണ് പോലെ ഇങ്ങനെ ചെറുങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രം. നമ്മൾ 2 ഇഞ്ച് താഴത്തേക്ക്
എക്സ്ട്രാ എടുക്കുന്നുണ്ട് ഇഞ്ചസ്. അതായത് ഈ 2 ഇഞ്ചസ് ഞാൻ എന്ത് ചെയ്തു, കണക്ട് ചെയ്യുമെന്ന്. സോറി. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ ഈ ഡാട്ട് വരച്ച ആ സെൻറ്ററിലെ ലൈനില്ലേ, ആ സെൻറ്ററിലെ ലൈന് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് ഒരു ജസ്റ്റ് ഡോട്ടോട് വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ഫസ്റ്റ് സ്പാന് 3.8 അല്ലേ കിട്ടിയേ. 3.8ൻ്റെ പകുതി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.9 കിട്ടും. ഇവിടെ മാർക്ക് ചെയ്യണം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മളിവിടെ ഓൾറെഡി മാർക്ക് ചെയ്തതാണല്ലോ. ഇതെടുക്കുക, എന്നിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് മടക്കിയാൽ നമുക്ക് എന്ത് കിട്ടി? പകുതി കിട്ടി. ഓക്കെ. എന്നിട്ട് ഈ പകുതിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈന് താഴത്തേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ടിത് കണക്ട് ചെയ്യണം. ഓക്കെ. ഇത്രയായല്ലോ. അതായത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈന് കിട്ടും. അതായത് 3.8ൻ്റെ പകുതിയാണിത്. ഈ പകുതി കിട്ടിയല്ലോ. നമ്മുടെ ഈ ഒരു 1 ഇഞ്ച് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈന് വരച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഈ ലൈന് ഞാൻ ഇവിടം വരെ മുട്ടിക്കുകയാണ്. പോയിൻറ്റും ഓക്കെ ഈ പോയിൻറ്റും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടൊരു ലൈന് വരക്കണം. ഓക്കെ. അതായത് നമ്മുടെ ഹിപ്പ് മാർക്ക് ചെയ്ത പോയിന്റ്, ഈ ഹിപ്പ് മാർക്ക് ചെയ്ത പോയിന്റും പിന്നെ ഈ പോയിന്റും കണ്ടുപിടിച്ച് ഈ പോയിന്റും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. ഓക്കെ. അപ്പം നമുക്ക് എന്തായി? നമ്മുടെ ഫ്രണ്ട് ഡ്രാഫ്റ്റിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ഡ്രാഫ്റ്റിങ്. ഓക്കെ. അപ്പം നമ്മൾ ഈ വരച്ച ലൈനില്ലേ, അതാണേ. അതായത് ഈ ലൈനും അതുപോലെ തന്നെ ഈ ലൈനുമാണേ കട്ട് ചെയ്യുന്നത്. താഴെ നമ്മൾ വരച്ചെടുത്തില്ലേ, ആ ലൈന് തമ്മിലാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് ഡ്രാഫ്റ്റിങ്ങിൽ ഇത് ഒരു പീസ്, ഇത് ഒരു പീസ്. ഓക്കെ. ഇങ്ങനെ 2 പീസ് നമുക്ക് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ താഴെ ഭാഗത്ത് നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ലെങ്ത് എടുക്കുമ്പോൾ. പക്ഷേ നമ്മൾ ഇവിടെയൊന്നും നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ തുണിയിൽ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴാണ് സീം അലവൻസ് ആഡ് ചെയ്യുന്നത്. ഇതും അങ്ങനെ തന്നെ ഈ സൈഡിലും ഈ സൈഡിലും ഒക്കെ നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്യാനുണ്ട്. ഇവിടെ താഴെ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഇത് രണ്ടും ഇങ്ങനെ യോജിപ്പിച്ചിട്ടാണ് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു പ്രിൻസസ് സ്റ്റാർട്ട് കിട്ടും. അപ്പം ഫ്രണ്ട് ഡ്രാഫ്റ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ബാക്ക് ഡ്രാഫ്റ്റിങ് ചെയ്യാം. നമുക്കറിയാം നമ്മൾ ഫ്രണ്ട് ഡ്രാഫ്റ്റിങ്ങിൽ 1 ഇഞ്ചാണ് താഴെ എടുത്തത്. ഞാനിവിടെ 1.5 ഇഞ്ച് താഴെ എടുക്കുന്നുണ്ട്. ഓക്കെ. എന്നിട്ട് ഒരു ലൈന് ക്രിയേറ്റ് ചെയ്യുക. എന്തിനാണ് ഈ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബോർഡർ വരക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ബോർഡർ ലൈനാണ്. ഓക്കെ. അപ്പം 1.5 ഇഞ്ചിൽ ഞാനൊരു ലൈന് ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു ഇഞ്ചാണ്, നേരത്തെ 1.5 ഇഞ്ചാണ് എടുത്തത്. ഞാനിവിടെ 1 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്കറിയാം നമ്മുടെ ഇപ്പം നമ്മൾ ബാക്ക് ഡ്രാഫ്റ്റിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മുടെ ബാക്ക് ഡ്രാഫ്റ്റിങ്ങിൽ നമുക്കറിയാം ഇത് ഷോൾഡർ ലൈന്, നേരത്തെ നമ്മൾ കണ്ടല്ലോ ഈ വരച്ചത് ഷോൾഡർ ലൈനാണ്. പക്ഷേങ്കിൽ നമ്മൾ ഈ ബാക്ക് ഡ്രാഫ്റ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഷോൾഡർ ലൈൻ എന്നല്ല ചെയ്യുന്നത്. അതിന് മുകളിലേക്കായി നമുക്കൊരു നെക്ക് ലൈന് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്.
അതിനായി ഞാൻ 1 ഇഞ്ച് മുകളിലേക്ക്, ഈ ഷോൾഡർ ലൈനിന് 1 ഇഞ്ച് മുകളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലൈൻ, ഒരു പോയിൻ്റ് ക്രിയേറ്റ് ചെയ്ത് ഞാനൊരു ലൈന് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട് ഡ്രാഫ്റ്റിംഗ് പോലെയല്ല, ബാക്ക് ഡ്രാഫ്റ്റിങ്ങിൽ നമുക്ക് ഒരു ലൈനും കൂടി എക്സ്ട്രാ ഉണ്ടല്ലേ. ഇതിൻ്റെ പേരാണ് നെക്ക് ലൈന്. ഓക്കെ, ഷോൾഡർ ലൈന്, നെക്ക് ലൈന്. ഓക്കെ, ഇനി നമുക്ക് ഫ്രണ്ട് ഡ്രാഫ്റ്റിങ്ങിൽ കണ്ട പോലെ തന്നെ എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസും ക്രിയേറ്റ് ചെയ്യണം. അതിനായി നമ്മൾ ഇവിടെ നെക്ക് ലൈനിലാണ് എല്ലാ മാർക്കും ചെയ്യുന്നത്. നേരത്തെ വരച്ച എല്ലാ മെഷർമെൻറ്റും നമ്മൾ ഇതിലും മാർക്ക് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. ഷോൾഡർ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 14.5 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 7.25 സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ 7.25 - 1 6.25. ഇത് നമ്മൾ ഫ്രണ്ട് ഡ്രാഫ്റ്റിങ്ങിൽ ഷോൾഡർ ലൈനിലാണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ നമ്മൾ മാർക്ക് ചെയ്തത് ഇവിടെ നെക്ക് ലൈനിലാണ് മാർക്ക് ചെയ്യുന്നത്. 6.25 നെക്ക് ലൈനിൽ മാർക്ക് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതാണ് നമ്മുടെ ഷോൾഡർ, കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഷോൾഡർ, അതായത് 6.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ ലൈന് കിട്ടിയല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ചെസ്റ്റ് ലൈന്, ചെസ്റ്റ് നമ്മളെല്ലാ ഹൊറിസോണ്ടൽ ലൈൻസുമാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം നമുക്ക് ചെസ്റ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം, ആം ഹോള് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആം ഹോള് കണ്ടുപിടിക്കാൻ എന്നാ, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4, ദാറ്റ് മീൻസ് 33 ഡിവൈഡഡ് ബൈ 4 8.25. 8.25 എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഈ 6.25 താഴത്തേക്ക് 8.25 മാർക്ക് ചെയ്യുകയാണ്. എവിടുന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, നെക്ക് ലൈനിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്നും അതുപോലെ തന്നെ നെക്ക് ലൈനിന് താഴത്തേക്ക്, ഷോൾഡർ ലൈൻ നല്ല കേട്ടോ, നെക്ക് ലൈനിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു, 8.25 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തു, ചെസ്റ്റ് ലൈന് കിട്ടി. ഇനി നമുക്ക് വേസ്റ്റ് ലൈന് കിട്ടണം. വേസ്റ്റ് ലൈന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഷോൾഡർ ലൈനിന്ന് വേസ്റ്റിലേക്കുള്ള ലെങ്ത് ആണ്, ഷോൾഡർ ലൈനിന്ന് വേസ്റ്റിലേക്കുള്ള ലെങ്ത് ആണ് 14. അത് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. നേരത്തെ നമ്മൾ ഷോൾഡർ ലൈനിന്നാണ് മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നെക്ക് ലൈനിൽ നിന്ന് താഴത്തേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്യണം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, വേസ്റ്റ് ലൈനും കൂടി കിട്ടി. ഇതിന് ഞാൻ വേസ്റ്റ് ലൈനിന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ലെങ്ത്ത് കിട്ടണം. നമുക്കറിയാം ലെങ്ത്ത് എന്ന് പറയുന്നത്, നമ്മുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്, 18 ഇഞ്ചസ് ആണ് അല്ലേ. ആ 18 ഇഞ്ചസിൻ്റെ കൂടെ നമ്മൾ 3/4 ഇഞ്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 18.25 അല്ലേ. അത് നമ്മൾ മാർക്ക് ചെയ്യാണ്. കാരണം ഈ 3/4 ഇഞ്ച് എന്തിനാ, സീം അലവൻസിന് വേണ്ടിയിട്ട്. എവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, നെക്ക് ലൈനിൽ നിന്നാണ് നമ്മൾ താഴത്തേക്ക് 18.25 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം, ഈ 2 ലൈനും കൂടി കണക്ട് ചെയ്യണം. ഇപ്പം നമുക്ക് ലെങ്ത്തിൻ്റെ ലൈന് കിട്ടിയല്ലേ, ലെങ്ത്ത് അല്ലെങ്കിൽ ഹിപ്പ് ലൈന്. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ട് ഡ്രാഫ്റ്റിങ്ങിൽ ചെയ്തതുപോലെ തന്നെ എല്ലാം മാർക്ക് ചെയ്യണം. അതായത് ഹൊറിസോണ്ടൽ പോയിന്റ്സുകളെല്ലാം മാർക്ക് ചെയ്യണം. ചെസ്റ്റ് ലൈനിൽ ചെസ്റ്റ് മാർക്ക് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ചെസ്റ്റ് പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പോൾ 33.5 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പം 8.375 ആണ്. 8.375 ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ വേസ്റ്റ് പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4 ആണ്. അപ്പം 29 പ്ലസ് 0.5, 29.5 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പം 7.375. ഈ 37, അതായത് 7.375 നമ്മൾ എവിടെ മാർക്ക് ചെയ്യണം, ഈ വേസ്റ്റ് ലൈനിൽ 7.35 മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നാ, നമ്മുടെ ഹിപ്പാണ് അല്ലേ. ഹിപ്പ് എന്ന് പറയുന്നത് 36 ആണ്. ഫോർമുല ഹിപ്പ് പ്ലസ് 0.5 ഡിവൈഡഡ് ബൈ 4, 36 പ്ലസ് 0.5 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പം 9.125. അത് നമ്മൾ ഈ ഹിപ്പ് ലൈനിലും അല്ലെങ്കിൽ ലെങ്ത്തിലും നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം.
ഇനി എന്ത് ചെയ്യണം, ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ 6.25 നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, ഈ 6.25 ഇവിടെയും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്കറിയാം ഇത് ലൈന് യോജിപ്പിച്ചു. ഇനി നമ്മളിവിടെ നെക്ക് വിടുത്ത് നമ്മൾ എടുക്കുമെന്ന് നമുക്കറിയാം. നെക്ക് ലൈനിൽ നമ്മൾ നെക്ക് വിടുത്ത് എന്താണ് മാർക്ക് ചെയ്യുമെന്ന് നമുക്കറിയാം. ഷോൾഡറിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഷോൾഡർ സ്ലോപ്പ് ഈക്വൽ ടു ഷോൾഡർ ഡിവൈഡഡ് ബൈ 10, 14.5 ഡിവൈഡഡ് ബൈ 10, അതായത് 14.5 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 1.45. അപ്പം നമ്മളിവിടെ 1.45 ഇവിടെ മാർക്ക് ചെയ്യുമെന്ന്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതും കൂടി നമ്മൾ കണക്ട് ചെയ്യുമെന്നേ. നമ്മൾ ഈ ആം ഹോൾ കർവിനെ കൊണ്ട് തന്നെ ജസ്റ്റ് ഈ ഷോൾഡർ ലൈനിലേക്ക് ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ, അതായത് ഇങ്ങനെ ഒരു നെക്ക് വരച്ചെടുക്കുമെന്ന് ഷോൾഡർ ലൈനിലേക്ക്. ഇതാണ് നമ്മുടെ ബാക്കിലെ നെക്ക്. ഓക്കെ, ഇനി ഇവിടെ അതായത് നമുക്ക് ആം ഹോൾ കർവ് ആം ഹോളിൻ്റെ ആ കർവ് വരക്കണ്ടേ, ആം ഹോൾ വരച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നേരത്തെ നമ്മളിവിടെ 0.5 ഇങ്ങോട്ട് എടുത്തിന്, ബാക്ക് ഡ്രാഫ്റ്റിങ്ങിൽ അതിൻ്റെ അത് ആവശ്യമില്ല. ഇതും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് എത്രയാണോ ഉള്ളത് അതിവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി എടുക്കുക. എന്നിട്ട് അത് ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാക്ക് ഡ്രാഫ്റ്റിംഗ് ആയി. ഇതിന് താഴത്തേക്ക് 2 ഇഞ്ച് എടുത്തിട്ടോ അങ്ങനെയൊന്നും വേണ്ട ആവശ്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് കറക്റ്റാണോ നോക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഫ്രണ്ട് ഡ്രാഫ്റ്റിംഗ് ആണ്. പിന്നെ ഈ ബാക്ക് ഡ്രാഫ്റ്റിന് അങ്ങനെ ആകെ ഒരു ഷീറ്റും, അതായത് ഒരു ഷീറ്റ് മാത്രമേ ഉള്ളൂ, സെപ്പറേറ്റ് ഡാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനാകെ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഇത് വെച്ച് നോക്കാം. കണ്ടോ, നമുക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത് നമ്മൾ കണക്ട് ചെയ്യും, അതുകൊണ്ടാണ് ഇവിടെ ഗ്യാപ്പ്. ഫ്രണ്ട് ആം ഹോൾ കണ്ടോ കുറച്ച് ഉള്ളോട്ടേക്ക് കുഴിഞ്ഞിട്ടായിരിക്കും. ഇത് കണ്ടോ, ഇതൊക്കെ ബാക്കിലൊക്കെ കറക്റ്റാണ്. നോക്കൂ. ഓക്കെ ഓക്കെ, ഇതെന്തുകൊണ്ടാണ് എക്സ്ട്രാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഫ്രണ്ടിൽ കുറച്ച് എന്ത് വരും, നമുക്ക് ആ ഇങ്ങനെ കോണ് പോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ കുറച്ചധികം. ബാക്കി എല്ലാ കാര്യത്തിലും ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണ് നമുക്ക് വരിക എല്ലാ ലൈൻസുകളും. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ഈ പാറ്റേണും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇതിനെ ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ബാക്ക് ഡ്രാഫ്റ്റിന് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 1 ഇഞ്ച് എടുക്കുന്നില്ല, ഒരു പോയിന്റ്. രണ്ടാമത്തത് എല്ലാ ലെങ്ത്തുകളും, അതായത് എല്ലാ വെർട്ടിക്കൽ മെഷർമെൻറ്റ്സുകളും നമ്മൾ നെക്ക് ലൈനിൽ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ എക്സ്ട്രാ 1/2 ഇഞ്ച് എടുത്തിട്ട് ആം ഹോളിന് വേണ്ടി എക്സ്ട്രാ ഉള്ളോട്ടേക്ക് അതായത് 1/2 ഇഞ്ച് എടുക്കുന്നില്ല. നമ്മുടെ ആ ഷോൾഡർ താഴത്തേക്ക് നീട്ടുന്നില്ലേ, അതേ ലൈനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്.
ഓക്കെ, അപ്പം ഇത് നമ്മുടെ ബാക്ക് ഡ്രാഫ്റ്റിംഗ് ആയി. മനസ്സിലായോ? ബാക്ക് ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, ആദ്യം നമ്മൾ ഈ ബാക്ക് ഡ്രാഫ്റ്റിങ്ങില്ലേ അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ലൈനിങ്ങിൻ്റെ ഓപ്പൺ ഭാഗമാണ്, ഇത് ലൈനിങ്ങിൻ്റെ ക്ലോസ്ഡ് ഭാഗമാണ്. കണ്ടോ, ഇത് 1 മീറ്റർ ലൈനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിലേക്ക് ഞാൻ ഇതെന്ത് ചെയ്യുന്നു, ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നു. നമ്മുടെ ബാക്ക് പോർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു 1 ഇഞ്ചോ അങ്ങനെയൊന്നും നമ്മുടെ ബട്ടന് വേണ്ടി എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇത് മാക്സിമം നമ്മൾ തുണി വേസ്റ്റ് ചെയ്യാതെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഞാൻ മാക്സിമം മുകളിലോട്ട് തന്നെ ആക്കി വെച്ചിട്ട് ആദ്യം വരക്കാനാണ് പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാദ്യം ഇങ്ങനെയൊരു പെൻസിൽ നമുക്ക് കിട്ടും, ടൈലറിങ്ങിൻ്റെ ഷോപ്പിൽ കിട്ടും. നമ്മൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഇതിങ്ങനെ ഔട്ട്ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കുമെന്ന്. നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് വളരെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ലൈനിങ്ങിൽ ഇത് മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇത് അനക്കാതെ തന്നെ മേലെ ഭാഗവും കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതായത് ഈ ഈ നെക്കിൻ്റെ പോർഷനില്ലേ അവിടെയും കൂടി ഡ്രോ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ എന്താണ് ഈ നമ്മുടെ സീം അലവൻസ് ആഡ് ചെയ്തിട്ടില്ല. ഇനിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ ട്രേസ് ചെയ്തു, അതായത് ഇതിലേക്ക് അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ സീം അലവൻസ് ആഡ് ചെയ്യണം. ഞാനിവിടെ നെക്കിന് 1/4 ഇഞ്ച്, അതായത് 1/4 ഇഞ്ചാണ് സീം അലവൻസ് ആയിട്ട് കൊടുക്കുന്നത്. അതായത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് തുണി വിടൂലേ അത്. അപ്പം നമ്മളത് ഇങ്ങനെ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സീം അലവൻസ് ആഡ് ചെയ്തു, അതായത് ആം ഹോളിൻ്റെയും ഷോൾഡറിൻ്റെ ഇടയ്ക്കും നെക്കിൻ്റെ ഇടയ്ക്കും ഞാൻ 1/4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഭാഗമാണിത്. സൈഡ് ഭാഗത്തിൽ ഞാൻ ഒരു 1.5 ഇഞ്ച് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഒരു 1/4 ഇഞ്ച് നമ്മൾ താഴെ ഭാഗത്ത് കൊടുത്തിട്ടില്ലേ, 1/4 ഇഞ്ച്, അത് അത്രയേ വേണ്ടൂ. പക്ഷേ എങ്കിൽ ഇൻ കേസ് നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വേസ്റ്റ് കോട്ട് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് വണ്ണം വെച്ച് പോയി എന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ആ സൈഡ് ഭാഗം ഊരിയിട്ട് എന്ത് ചെയ്യാം, കുറച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ടൈറ്റും ലൂസും ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 1.5 ഇഞ്ച് തന്നെ കൊടുക്കുന്നത്. ശരിക്കും ഒരു 1/4 ഇഞ്ച് കൊടുത്താൽ തന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് ആക്ച്വലി സീം അലവൻസിൻ്റെ ലൈനാണ്. അത് പക്ഷേ ഞാൻ ഡോട്ടഡ് അല്ല, നമ്മൾ കട്ട് ചെയ്യുമ്പം സീം അലവൻസും കൂടി ആഡ് ചെയ്ത് കട്ട് ചെയ്തതാണ് ലെങ്ത്തിന്. അതുകൊണ്ട് ഞാൻ ഈ മേലെ ഭാഗത്ത്, അതായത് ശരിയായ അളവ് എത്രയാ, നമ്മൾ 1/4 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ടല്ലേ ഇത് കട്ട് ചെയ്തത് ലെങ്ത്ത്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ശരിയായ സ്റ്റിച്ചിങ് ലൈന് വരിക. ഞാനിപ്പോൾ വരക്കാൻ പോകുന്നതാണ് സ്റ്റിച്ചിങ് ലൈന്. പക്ഷെ ഞാനത് നിങ്ങൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് അതൊരു ഡോട്ടഡ് ലൈനിൽ ഇപ്പം കാണിക്കുമെന്ന്. അപ്പം നമ്മൾ എല്ലായിടത്തും സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബാക്ക് ഭാഗം ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കണം. ഇത് മുറിച്ചില്ലേ, അതിൻ്റെ അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് ഇതും കട്ട് ചെയ്തെടുക്കുന്നത്. വെറുതെ തുണി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇതിനും നമുക്ക് ആകെ 1/4 ഇഞ്ച് രണ്ട് സൈഡിലും സീം അലവൻസ് വെക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇത് സൈഡ് ഭാഗമല്ലല്ലോ, അതുകൊണ്ട് ഇതിന് 1/4 ഇഞ്ചേ വേണ്ടൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്ത് തന്നെ, അതായത് മറ്റേത് കട്ട് ചെയ്തതിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഇതും കൂടി കട്ട് ചെയ്തെടുക്കുന്നത്.
അപ്പം ഇത് നമ്മൾ 1/4 ഇഞ്ച് വെച്ച് കട്ട് ചെയ്തെടുക്കുമെന്ന്. പിന്നെ നമുക്ക് ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് 1 ഇഞ്ചിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തിയ ഭാഗം അവിടെ ഞാനൊരു ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ മറ്റൊരു സൈഡിൽ ആ 1 ഇഞ്ച് വേണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെയും നമ്മൾ 1/4 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുമെന്ന് സീമ. അങ്ങനെ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലെ, അതായത് ഫ്രണ്ട് ഭാഗത്തെ റൈറ്റും, അതായത് ഇത് റൈറ്റ് ഭാഗമാണ്, ഇത് ഫ്യൂസിങ് അറ്റാച്ച് ചെയ്യേണ്ടതാണ്. ഫ്രണ്ട് ഭാഗം ഇതുപോലെ തന്നെ മേലെ 1/4 ഇഞ്ച്, ഈ ഭാഗത്തെല്ലാം 1/4 ഇഞ്ച് കൊടുത്തു. ഇത് നമുക്കറിയാം 3/4 ഇഞ്ചാണ്. 3/4 ഇഞ്ചിൽ ഒരു വര കൊടുത്തു. ബാക്കി എല്ലായിടയ്ക്കും 1/4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്ത്, അതായത് റൈറ്റ് സൈഡിൽ നമുക്ക് ബട്ടൺ വെക്കുന്ന പോർഷൻ ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൽ മുറിച്ചെടുത്തതാണ്. ഇത് ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴെ ഭാഗത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ സീം അലവൻസ് ആഡ് ചെയ്തതുകൊണ്ട് അത് ഉള്ളോട്ടേക്കായിട്ടാണ് മാർക്ക് ചെയ്തത്. ബാക്കി എല്ലായിടയ്ക്കും 1/4 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇവിടെ നമുക്കറിയാം കുറച്ച്, അതായത് ഇത് വെച്ച് നമുക്ക് നോക്കിയാൽ തന്നെ തിരിയും. കണ്ടോ, ഈ ഭാഗം നമുക്ക് എക്സ്ട്രാ ആണ്, 1 ഇഞ്ച് എക്സ്ട്രാ ആണ് ബട്ടൺസ് വെക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രണ്ടിലെ ഫസ്റ്റ് പോർഷൻ നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഒരു പോർഷനും കൂടി ഉണ്ട് ഫ്രണ്ടിൽ. അങ്ങനെ നമ്മൾ അതായത് ഫ്രണ്ടിലെ സൈഡ് ഭാഗത്തതും കൂടി നമ്മളിങ്ങനെ സീം അലവൻസ് സൈഡ് ഭാഗത്തേക്ക് 3/4 ഇഞ്ച്, പിന്നെ ലെങ്ത്തിൻ്റെ സൈഡിൽ നമ്മൾ ഓൾറെഡി 3/4 ഇഞ്ച് ഉള്ളോട്ടേക്ക് എടുത്തിട്ടുണ്ട്, അതായത് പുറത്തോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റിച്ചിങ് ലൈന്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് 1/4 ഇഞ്ച്, ടോട്ടലായിട്ട് ഇങ്ങനെ 1/4 ഇഞ്ചാണുള്ളത്. ഇനി ഇതും നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് പക്കയായിട്ട് കിട്ടും. ഓക്കെ. ഇപ്പോൾ കണ്ടോ, 2 പീസായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഫ്രണ്ടിൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ബാക്കിലതും എന്ത് ചെയ്തു, ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഓക്കെ. കണ്ടോ. ഇനി നമ്മളിതെന്ത് ചെയ്യണം, ഫ്യൂസിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ ഉൾവശത്ത് നമ്മൾ ഫ്യൂസിങ് അറ്റാച്ച് ചെയ്തു, അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എല്ലാ പോർഷനും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്ത് ഫ്യൂസിങ് അറ്റാച്ച് ചെയ്തു. ഇതെന്തിനാ അറ്റാച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറച്ചും കൂടി തിക്കായിട്ട് കാണും, കുറച്ചും കൂടി നല്ല ഒരു ബുട്ടീക്ക് ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് അതായത് ഫ്യൂസിങ് ഉപയോഗിച്ചത്. ഓക്കെ. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇത് എൻ്റെ മെയിൻ ഫാബ്രിക്കാണ് കേട്ടോ. ഞാൻ ഇതും 1 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ തന്നെ സെയിം ആയിട്ട്, അതായത് ഇത് നമ്മുടെ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ അതായത് ശരിയായ നല്ല ഭാഗം ഉള്ളിലേക്കാക്കി മടക്കിയിട്ടാണ് ഉള്ളത്. ഇത് കണ്ടോ, ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം, അതുപോലെ തന്നെ ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള, അതായത് ഇത് കണ്ടോ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രാഫ്റ്റിങ് ഇതിലേക്ക് വെക്കുകയാണ്. അപ്പം ഞാനിത് വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ
സീം അലവൻസും ആഡ് ചെയ്യണം. അപ്പം നമ്മളിത് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിൻ ഫാബ്രിക്കും കൃത്യമായിട്ട് എല്ലാ പീസും, അതായത് ഫ്രണ്ടിൻ്റെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതാ ബാക്ക് പോർഷനും നമ്മൾ മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങാൻ പോവുകയാണ്. ഈ ലൈനിങ്ങിൻ്റെ 2 പോർഷനില്ലേ ഫ്രണ്ട് ഭാഗത്തെ, അത് രണ്ടും കൂടി യോജിപ്പിക്കാനാണ് പോകുന്നത്. ഇതാണ് മെയിൻ, അതായത് നല്ല ലൈനിങ്ങിൻ്റെ പുറമേ വരേണ്ട ഭാഗം. ഇതാണ് നമ്മുടെ ഫ്യൂസിങ് അറ്റാച്ച് ചെയ്ത ഭാഗം. ഓക്കെ, അപ്പം ഈ 2 പോർഷനും കൂടി ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിങ്ങനെ വെച്ചിട്ട്, അതായത് ഈ ഭാഗം, ഇത് രണ്ടും എന്ത് ചെയ്യണം, ഈ 2 ഭാഗവും, ഇതാണ് ആം ഹോൾ സൈഡ്, ഇതാണ് ആം ഹോള്. അപ്പോൾ ഇത് രണ്ടും ഈ പ്രിൻസസ് ഡാർട്ട് നമ്മൾ യോജിപ്പിക്കാൻ പോവുകയാണ്. ഫ്രണ്ടിൽ 2 പീസുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നമ്മൾ മറ്റേ പീസും, ഫ്രണ്ടിലെ മറ്റേ 2 പീസും കൂടി ജോയിൻ ചെയ്തെടുക്കണം. ഇതാണ് സൈഡ് ഭാഗം വരിക. അങ്ങനെ ഈ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സൈഡും ഫ്രണ്ട് സൈഡും കൂടി യോജിപ്പിച്ചെടുക്കണം. അതിനു വേണ്ടി ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ നേരെ ഉൾട്ടയിടുക. എന്നിട്ട് ഈ 2 സൈഡ് കണ്ട, അതായത് ഷോൾഡർ, ഈ 2 ഷോൾഡറും കൂടി ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലൈനിങ്ങിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും കൂടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ലൈനിങ്ങിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതേ സെയിം പോലെ തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കും ഫസ്റ്റ് നമ്മുടെ ഫ്രണ്ടിലെ 2 പാർട്ടും കൂടി യോജിപ്പിച്ച് പിന്നെ ബാക്കുമായിട്ട് കണക്ട് ചെയ്തെടുക്കണം. മെയിൻ ഫാബ്രിക്ക് ഫ്രണ്ടും ബാക്കിലും ഷോൾഡർ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ യോജിപ്പിക്കാൻ പോകുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശം ഉണ്ടല്ലോ, അത് മുകളിലായിട്ട് വരുന്ന വിധത്തിൽ വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്ത് നമ്മളെ ഫ്യൂസിങ് വരുന്ന ഭാഗം ഇതിന് മുകളിലായിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എവിടുന്ന് മുതലാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ എൻഡ് കണ്ടോ, ഈ എൻഡ് ഇവിടുന്ന് മുതൽ ഇവിടെയും യോജിപ്പിക്കുക. ഇവിടുന്ന് ഇങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കഴുത്ത് മൊത്തമായിട്ട് യോജിപ്പിക്കണം. ഈ 2 സൈഡും കൂടി യോജിപ്പിച്ച് ഈ സൈഡ്, അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെ താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടം വരെ യോജിപ്പിക്കണം. ഓക്കെ, അതാണ് ഇനിയത്തെ ജോലി. പിന്നെ ഇത് യോജിപ്പിക്കുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ഈ മെയിൻ ഫാബ്രിക്കിൻ്റെ ഷോൾഡർ ഭാഗം ഉണ്ടല്ലോ, അത് പക്ക നമ്മുടെ ലൈനിങ്ങിൻ്റെ ഷോൾഡർ ഇല്ലേ, അതും ഇതുമായിട്ട് കറക്റ്റായിട്ടിരിക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങൾ മൊത്തം പിന്ന് വെച്ച് സെക്യൂർ ചെയ്യാം. ഇങ്ങനത്തെ പിന്ന് കിട്ടും. അപ്പം അത് വെച്ച് നമുക്ക് ആദ്യം സെക്യൂർ ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഷോൾഡറും തമ്മിൽ പക്ക കറക്റ്റായിട്ട് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഒരു പിന്ന് വെച്ച് ഇത് കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് പക്ക ആയിരിക്കണേ. പിന്നെ ഞാൻ ബാക്കിലത്തെ കഴുത്തും ഇതും കണക്ട് ചെയ്യുമെന്ന്.
ഇനി ഇപ്പുറത്തെ വശവും കൂടി ഞാൻ ഇതുപോലെ തന്നെ ഇപ്പുറത്തെ കഴുത്തിൻ്റെ ഭാഗം കൂടി ഇതുപോലെ പിന്ന് വെച്ച് ഞാൻ സെക്യൂർ ചെയ്യുമെന്ന്. അപ്പം നമ്മൾ ഈ സൈഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ എന്തുണ്ട്, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റിച്ചിങ് കട്ടായി പോകരുത്, കാരണം മറിച്ചിടുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ കട്ടിങ് കൊടുത്തിട്ടുള്ളത്. നമ്മളിങ്ങനെ കട്ട് കൊടുത്താലാണ് നമുക്കിതിങ്ങനെ മറിച്ചിട്ടാൻ ഈസി ആയിട്ട് കിട്ടുക. ഓക്കെ, ഞാനിനി ഫുള്ളായിട്ട് ഇതിൻ്റെ പുറകു വശത്ത് ഇങ്ങനെ കത്രീനെ കൊണ്ട് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട്, അതായത് സ്റ്റിച്ചിങ് കട്ടാവരുത്, അല്ലാതെ ഇങ്ങനെ കട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടിട്ട് അയൺ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിന് മുകളിലായി ഒരു സ്റ്റിച്ചിങ് കൂടി കൊടുക്കണം, കാണാത്ത വിധത്തിൽ. നമുക്ക് ഈ ആം ഹോളിൻ്റെ സൈഡും കൂടി കൺസീൽഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുവേണ്ടി വീണ്ടും നമുക്കിത് ഉൾട്ടയായിട്ട് ഇടുക. നമ്മൾ നേരത്തെ ചെയ്തില്ലേ, അതായത് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തില്ലേ, അതുപോലെ തന്നെ ഇനി ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വേണ്ടത്. ഓക്കെ, ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് താഴോട്ടേക്കാക്കിയിട്ട് മെല്ലനെ ശ്രദ്ധിച്ച് മെല്ലനെ ചെയ്താൽ മതി. പിന്നെ ആദ്യം പൊന്തിക്കുക, കുറച്ച് ടേൺ ചെയ്യുക, എവിടെയാണോ വരേണ്ടത് ആ പക്ക നമ്മൾ നോക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം, ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ അത്ര യൂസൊന്നും ഇല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് തന്നെ ധാരാളമാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലത്തും നമ്മൾ ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്യണം. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ പിന്ന് കുത്തി വെച്ചിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടി ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, കർവാകുമ്പം ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു എന്ന് വെച്ചാൽ, മറിച്ചിടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട് കൊടുക്കണം ഇവിടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട്, ശരിക്കും ഡബിൾ സ്റ്റിച്ചാണ് ചെയ്യേണ്ടത്. സിംഗിൾ സ്റ്റിച്ചാണ് ഞാൻ കൊടുത്തത്, പക്ഷേ ഇവിടെ ഞാൻ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളും ലോക്ക് ചെയ്യണം. ശരിക്കും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം കേട്ടോ, സിംഗിൾ സ്റ്റിച്ച് പോരാ, ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് ഭാഗം ഉണ്ടല്ലോ, ആ ബാക്ക് ഭാഗത്തുനിന്ന് ഇങ്ങനെ, ഇത് കണ്ടോ, ഇത് ബാക്ക് സൈഡാണ്, കാണുന്നുണ്ടോ? ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ഈ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതിലൂടെ കൈയിടുക. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡർ കണ്ടോ, ഈ ഷോൾഡറിൻ്റെ ഉള്ളൂട്ട കൈ പോയിട്ട് ഈ കൈയിട്ടിട്ട് ഈ മറ്റേ ഭാഗമില്ലേ, അതായത് ഫ്രണ്ട് ഭാഗം, അതിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കുക. സോഫ്റ്റായി മെല്ലനെ ഇതിങ്ങനെ വലിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം കണ്ടോ, ഇത് കണ്ടോ, നമ്മുടെ ഷോൾഡറും കൂടി അതായത് ആം ഹോളും കൂടി കറക്റ്റായിട്ട് കൺസീൽഡ് ആയിട്ടുണ്ട്, അതായത് സ്റ്റിച്ച് കാണില്ല. ഓക്കെ, നമ്മൾ ഇനി ഇതും കൂടി അയൺ ചെയ്തെടുത്തിട്ട് വരണം. അപ്പോൾ ഈ സൈഡും ഇനി മറ്റേ സൈഡും ഇതുപോലെ തന്നെ, ഇതിപ്പോൾ ഒരു ഭാഗത്തേ ആയുള്ളൂ പുറമേയോട്ട് വന്നിട്ട്, ഇനി മറ്റേ സൈഡും അതായത് സെയിം പോലെ തന്നെ
ഉള്ളിലൂട്ട ഇങ്ങനെ കൈ ഇട്ടിട്ട് എടുക്കുക. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇത് കണ്ടോ, അങ്ങനെ 2 ആം ഹോളിൻ്റെ സൈഡും എന്താണ് സ്റ്റിച്ച് ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മൾ ആം ഹോൾ കറക്റ്റ് ചെയ്തു. ഇനി ഈ ബാക്ക് സൈഡിൻ്റെ താഴെ ഭാഗം അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്കും കൂടി, ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടല്ലേ, നമ്മൾ ഫ്രണ്ട് സൈഡ് മാത്രമല്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ബാക്ക് സൈഡും കൂടി ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഈ ബാക്ക് സൈഡിൻ്റെ താഴെ ഭാഗം 3/4 ഇഞ്ച് കൊടുത്തിട്ടില്ലേ, അതായത് ലെങ്ത്തിൻ്റെ സൈഡ് 18.75 എന്ന് പറയുന്നത്, അപ്പോൾ ആ 3/4 ഇഞ്ചും കൂടി തിരിച്ചിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് മറിച്ചിടണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. സെയിം ഇങ്ങനെ തിരിച്ചിടുന്നതിന് മുമ്പ് കട്ട് കൊടുക്കുമെന്ന്. നമ്മൾ നെക്കിനും ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ആം ഹോളിനും സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത്, എന്നിട്ടാണ് നമ്മളിങ്ങനെ തിരിച്ച് ഇടുന്നത്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തിരിച്ചിടുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൂടി തിരിച്ചിട്ടിട്ട് ഞാൻ കാണിക്കുമെന്ന്. കണ്ടോ കണ്ടോ, എല്ലാം നമ്മൾക്കിപ്പം കൺസീൽഡ് ആയിട്ടാണുള്ള സ്റ്റിച്ച്. ഓക്കെ, ഇനി നമുക്കിത് അയൺ ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഞാൻ രണ്ട് സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുമെന്ന്. നമ്മൾ ആ 1.5 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, അവിടെ നമ്മൾ മാർക്ക് ചെയ്തത്, അതും കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുമെന്ന് കേട്ടോ. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം കണ്ടോ, നമ്മുടെ വേസ്റ്റ് കോട്ട് റെഡിയായി. ഓക്കെ, ഇതാണ് നമ്മുടെ വേസ്റ്റ് കോട്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഫ്രണ്ടിലെ ആം ഹോൾ ചെറുതായിട്ട് കുഴിഞ്ഞ് വരും. പിന്നെ ഇതാണ് ഫ്രണ്ട് ഭാഗം, ഇത് ഉള്ളിലേക്ക് വരുന്ന ഭാഗം. ഇവിടെ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒന്നിക്കിൽ നിങ്ങൾക്ക് പ്രസ് ബട്ടൺ വെക്കാം, അതല്ലെങ്കിൽ എന്താ പറയുക, ഹൂക്ക് വെക്കാം, എന്നിട്ട് മേലെ ഷോ ബട്ടൺസ് വെക്കാം, അതല്ലെങ്കിൽ മറ്റേ സാധാരണ ബട്ടണില്ലേ. അപ്പോൾ ഇതാണ് വേസ്റ്റ് കോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.